أشرف الخلق محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ദുനിയാവിലുള്ള സകല പ്രയാസങ്ങൾക്കും പരിഹാരമാണ്. ഈമാൻ വർദ്ധിക്കാൻ അത് കാരണമാണ്. ആഖിറത്തിലും സ്വലാത്തിന്റെ ആളുകളാണ് കൂടുതൽ വിജയം കാണുന്നതും രക്ഷ പ്രാപിക്കുന്നതും. അല്ലാഹു നമുക്കിടം നൽകട്ടെ. രോഗങ്ങൾ മാറാൻ സ്വലാത്ത് മതി, പ്രയാസങ്ങൾ മാറാൻ സ്വലാത്ത് മതി. വീട് തുടങ്ങിക്കിട്ടണം. ദുനിയാവിന്റെ ആവശ്യങ്ങളും നിറവേറ്റുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേനയാണ്. ആഖിറത്തിലെത്തിയാലോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ഔലന്നാസി ബി യൗമിൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാഹ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായി ഏറ്റവും കൂടുതൽ നാളെ മഹ്ശറയിൽ ഞാനുമായി ബന്ധമുള്ളത്, ഞാനുമായി കൂടുതൽ അടുക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന ആളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ഹബീബായ തങ്ങൾ നാളെ പ്രത്യേകമായ പരിഗണന നൽകുകയാണ്. ഹബീബായ തങ്ങളുടെ ഹദറത്തിലേക്ക് ഹൗദുൽ കൗസറിന് പോകുമ്പോൾ ഹബീബായ തങ്ങളൊന്ന് പരിഗണിക്കുകയാണ്. സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് പരിഗണന. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുന്ന ആളുകൾക്ക് പരിഗണന. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. ദുനിയാവും കൊടുത്തു, ആഖിറവും കൊടുത്തു, എല്ലാം ഹബീബായ തങ്ങൾക്ക് അല്ലാഹു കൊടുത്തു. വാങ്ങാൻ അവിടുന്ന് പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സകല ലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ നാം അയച്ചിട്ടില്ലെന്ന് പരിശുദ്ധ ഖുർആനിൽ പടച്ച റബ്ബ് സാക്ഷ്യപ്പെടുത്തുന്നു. ഓ സഹോദരങ്ങളെ, സകല ലോകത്തിനും അനുഗ്രഹം മഹാനായ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള എല്ലാ മലക്കുകളും, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള എല്ലാ മനുഷ്യരും, എല്ലാ ജിന്നുകളും, എല്ലാ സൃഷ്ടികളും ആലമിന്റെ പരിധിയിൽപ്പെടുകയാണ്. ആലമിന് അനുഗ്രഹമായിട്ടല്ലാതെ അയച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ സകല സൃഷ്ടികൾക്കും കാരുണ്യം ചോദിക്കാനും കാരുണ്യം ചെയ്യാനുമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു പറഞ്ഞയച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബായാർ സ്വലാത്തിലേക്ക് വരുന്ന ആളുകൾക്ക് അൽഹംദുലില്ലാഹ് പല അനുഭവങ്ങളും പലർക്കും പറയാനുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഞാനിപ്പോൾ എന്റെ കൂട്ടത്തിൽ ഞാൻ വന്ന് ഇവിടെ എത്തി നോക്കുമ്പോൾ എന്റെ നാട്ടിന്റെ അടുത്തുള്ള ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ചിലപ്പോൾ എന്റെ തന്നെ വണ്ടിയിൽ ഡ്രൈവറായി ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വരാറുണ്ട്. റുഹൈൽ നീലമ്പാറ എന്ന് പറയുന്ന പ്രദേശത്തുകാരനാണ്. തങ്ങളെ കണ്ട് ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കിഡ്നിക്ക് തകരാറാണ്. അർഹമുർ-റാഹിമായ റബ്ബ് എത്രയും പെട്ടെന്ന് ശിഫ നൽകട്ടെ. പൂർണ്ണമായ ശിഫ നൽകി ഈ സദസ്സിൽ നിന്ന് തന്നെ അത് കേൾക്കാനുള്ള ഭാഗ്യവും അല്ലാഹു നമുക്ക് നൽകട്ടെ. സഹോദരങ്ങളെ, ഇതുപോലെ നൂറുകണക്കായ രോഗികൾ ഈ സദസ്സിലുണ്ട്. മഹാനായ തങ്ങൾ നിസ്കരിച്ച് ദുആ ചെയ്ത് അവിടെ ഇരുന്നപ്പോ തങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ചോദിച്ചു കൂടെയുള്ളവരോട് എങ്ങോട്ടാ തങ്ങൾ പോകുന്നത്? അപ്പൊ നോക്കുമ്പോ തങ്ങൾ ഉപ്പാപ്പ ആംബുലൻസിൽ വന്ന ഒരു രോഗിയെ കാണാൻ ആംബുലൻസിന്റെ ബാക്ക് ഭാഗം തുറന്നു വെച്ചിട്ട് ഒരു രോഗി അവിടെ കിടക്കുന്നുണ്ട്. ആംബുലൻസിൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത രോഗി ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് ബായാർ സ്വലാത്ത് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാസർഗോഡ് ജില്ലയിലുള്ള നമുക്ക്, ഇങ്ങേ മൂലയിലുള്ള നമുക്ക്, മലപ്പുറത്ത് ജില്ലക്കാരനായ ഒരു മഹാനായ സയ്യിദ് അവർകളെ അല്ലാഹു തആല ഇവിടെ പറിച്ചു നട്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കേരളത്തിന്റെയും കർണാടകയുടെയും ബോർഡറിൽ ഒരത്താണിയായി അല്ലാഹു തആല അവരോധിച്ചിരിക്കുകയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. സഹോദരങ്ങളെ, ഞാനത് വെറുതെ പറയുന്നതല്ല. എന്റെ തന്നെ ഒരു അനുഭവത്തിൽ ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. മഹാനായ തങ്ങളവറുകളുടെ ആ നാവിന് അല്ലാഹു തആല കൊടുത്തൊരു പവർ, ഒരു അസർ. സ്ഥാപനത്തിന്റെ ബാനിയായ സി ഉസ്താദ്, അവിടുത്തെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. അവിടുത്തെ ഒന്നാമത്തെ ആണ്ടുമായി ബന്ധപ്പെട്ടൊരു പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ വന്നിട്ട് രാത്രി എനിക്ക് ചെറിയൊരു രോഗം, എന്തോ ഒരു ക്ഷീണം ബാധിച്ചു. സുബഹിക്ക് എഴുന്നേറ്റ് നോക്കുമ്പോ കൈയും കാലും നിലത്ത് വെക്കാൻ പറ്റുന്നില്ല. വല്ലാത്ത വിറയലും പനിയും, നിലത്ത് വെക്കാൻ പറ്റൂല. ഡ്രൈവറെയും കൂട്ടിയിട്ട് ഞാൻ ആശുപത്രിയിൽ രാവിലെ പോയി. അവിടെ എത്തിയപ്പോൾ ഡോക്ടർ എന്നെ നോക്കിയിട്ട് പെട്ടെന്ന് ഒരു ടെസ്റ്റിന് എഴുതി തന്നു, രക്തം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ചെറുവത്തൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രവീൺ കുമാർ എന്ന് പറയുന്നൊരു ഡോക്ടർ, അദ്ദേഹം എനിക്കൊരു രക്തം ടെസ്റ്റ് ചെയ്യാൻ ഒരു എഴുത്തെഴുതി തന്നു. ഞാൻ അവിടുത്തെ ലാബിൽ പോയി രക്തം ടെസ്റ്റ് ചെയ്തു. അപ്പൊ അവിടെയുള്ള
സിസ്റ്റർ എന്നോട് ചോദിച്ചു, നിങ്ങൾ കേരളത്തിന്റെ പുറത്തെവിടെയും പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇപ്പൊ അടുത്തൊന്നും പോയിട്ടില്ല. ഏതായാലും ഡോക്ടർ അടുക്കലേക്ക് റിസൾട്ട് 1 മണിക്കൂറിനുള്ളിൽ കിട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി. ഡോക്ടർ അടുക്കൽ കാണിക്കുമ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത് എവിടെന്നാ ഒപ്പിച്ചെടുത്തത്? ഞാൻ എന്താ, മഞ്ഞപ്പിത്തമാണ്. ഒരു ബേജാറ് വന്നു. പൊതുവേ അങ്ങനെ രോഗങ്ങൾ വരുമ്പോ ഒന്ന് കിടന്നിട്ട് നമുക്ക് വലിയ ക്ഷീണവും പ്രയാസവുമാണ്. അള്ളാഹു നമ്മളാരെയും കിടത്താതിരിക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ 2 ദിവസം കിടന്നുപോയാൽ അത് വല്ലാത്തൊരു ക്ഷീണമാണ്. മാത്രമല്ല, സാധാരണഗതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിപാടിക്ക് മഹാന്മാരായ തങ്ങന്മാരുടെ പൊരുത്തം കൊണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉസ്താദുമാരുടെ ബറക്കത്ത് കൊണ്ട്, സുന്നത്തി ജമാഅത്തിന്റെ ബറക്കത്ത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിപാടിക്ക് പോകാൻ ഡേറ്റ് പലർക്കും കൊടുത്തതുകൊണ്ട് 1, 2, 3 ആഴ്ച ഈ മഞ്ഞപ്പിത്തം കൊണ്ട് കിടന്നാൽ ആ സംഘാടകർ മുഴുവനും കഷ്ടപ്പെടും. ഒരാളെ പകരമേൽക്കാൻ വേണ്ടിയിട്ട് നല്ല തിരക്കുള്ള ഉസ്താദന്മാർക്കൊന്നും കിട്ടൂല. അങ്ങനെയൊക്കെ വിഷമമുണ്ടാവും. ഏതായാലും വല്ലാതെ പ്രയാസപ്പെട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ദർസിൽ നിന്ന് ലീവ് എടുത്തിട്ട് അയാൾ പറഞ്ഞ മരുന്ന്, ഡോക്ടർ പറഞ്ഞ മരുന്നൊക്കെ വാങ്ങിയിട്ട് വന്നു. മരുന്നൊന്നും കഴിച്ചില്ല. ബന്ധപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞു, ഇംഗ്ലീഷ് ഗുളികയൊന്നും കഴിക്കേണ്ട, ആയുർവേദം കഴിച്ചാൽ മതി. അങ്ങനെ മറ്റെന്തൊക്കെയോ ടെസ്റ്റുകളൊക്കെ, നാടൻ ടെസ്റ്റൊക്കെ നടത്തി നോക്കുമ്പോൾ മഞ്ഞപ്പിത്തം റെഡിയാണെന്നു. അന്ന് മഹാനായ തങ്ങൾ ഇടക്കിടക്ക് വിളിച്ചുകൊണ്ടിരുന്ന് കിട്ടിയില്ല. അവസാനം മഗ്‌രിബിന് തൊട്ട് മുമ്പായി തങ്ങൾ പാപ്പനെ കിട്ടി. തങ്ങളോട് ഞാൻ പറഞ്ഞു, തങ്ങളെ മിസ്ബാഹിയാണ്. അപ്പൊ എന്താ മിസ്ബാഹി? ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്നലെ ഒരു പ്രസംഗം കഴിഞ്ഞ് വന്ന് കിടന്നതാ, ഭയങ്കര പനിയും കൈകാല് വേദന, നിൽക്കാൻ പറ്റുന്നില്ല, മഞ്ഞപ്പിത്താണെന്ന ഡോക്ടർ രക്തം ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞത്. അപ്പൊ തങ്ങൾ എന്നോട് പറഞ്ഞു, അതൊക്കെ ഞാൻ അങ്ങ് ശിഫിയാക്കിയിരിക്കുന്നു. ഉപ്പാപ്പ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബർക്കത്തുണ്ട്, അതൊക്കെ ഞാൻ അങ്ങ് മാറ്റിയിരിക്കുന്നു. നിങ്ങൾക്ക് മഞ്ഞപ്പിത്തൊന്നുമില്ല. നിങ്ങൾ ഒരു 7 സൂറത്തുൽ ഇൻഷിറാഹും 7 സൂറത്തുൽ സ്വലാത്തുൽ ഫാത്തിഹും വെള്ളത്തിൽ ഓതിയിട്ട് മന്ത്രിച്ചിട്ട് കുടിച്ചോ. 7 എണ്ണം ഒറ്റ ദിവസം. 7 ദിവസമൊന്നുമല്ല, ഒരു ദിവസം. ഇന്ന് മഗ്‌രിബിന് ശേഷം അത് ഓടിയിട്ട് അങ്ങോട്ട് കുടിച്ചോ. അതൊക്കെ അങ്ങോട്ട് പോയി. അൽഹംദുലില്ലാഹ്. ഞാൻ ഗുളികയൊന്നും കഴിച്ചില്ല. മഗ്‌രിബിന് ശേഷം സൂറത്തുൽ അലം നശ്റഹ് സൂറത്തും സ്വലാത്തുൽ ഫാത്തിഹ 7 തവണ ഓതിയിട്ട് വെള്ളത്തിൽ ഓതിയിട്ട് ഞാൻ തന്നെ കുടിച്ചു. പിറ്റേന്ന് രാവിലെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ വന്നിട്ട് ഒന്നുകൂടി ഞാൻ പനി ടെസ്റ്റ് ചെയ്തു. നോക്കുമ്പോ മഞ്ഞപ്പിത്തം ഇല്ല. ആശുപത്രിയിൽ നോക്കിയതൊരു ഡൗട്ടിനൊരു ബലത്തിന് കുറവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് പുറത്ത് വന്ന് പ്രൈവറ്റ് ലാബിൽ വന്ന് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്തു. അതിലും മഞ്ഞപ്പിത്തമില്ല. നാട്ടുകാർ, അവിടെ ജോലി ചെയ്യുന്ന ഉസ്താദുമാര്, കമ്മിറ്റിക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞത്, ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ലിവറിന്റെ ഉള്ളിൽ കയറും, അപ്പുറത്തേക്ക് കയറി ഇപ്പുറത്തേക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെയും ബേജാറാക്കി. ഞാൻ പറഞ്ഞതൊക്കെ പോയിരിക്കുന്നു, എന്നാലും പോകണം എന്നാണ് ജമാഅത്തിന്റെ പ്രസിഡന്റ്. അയാൾ നിർബന്ധിച്ചിട്ട് തളിപ്പറമ്പുള്ള ഇതിനുവേണ്ടി മാത്രം ചികിത്സിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു ക്രിസ്ത്യാനികളുടെ ഒരു വീടാണ്. അവിടെ നാടൻ ചികിത്സ, അവർ മാത്രം ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി നോക്കണം എന്ന് പറഞ്ഞു. എന്തായാലും തങ്ങളെ കറാമത്തും കൂടെ ഒന്ന് ഉറപ്പിക്കാന്നുള്ള നിലയ്ക്ക് ഞാൻ അവിടത്തേക്ക് നമ്മുടെ ഇപ്പോ SYSന്റെ ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളായ അബ്ദുൽ ജബ്ബാർ മിസ്ബാഹിയെയും കൂട്ടി എന്റെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ്. അവിടുത്തെ ജുസ്ആണവർ, അവിടുത്തെ പരമ്പരയാണ്. അവരെ ആദരിക്കൽ അവരെ ആദരിക്കലും ബഹുമാനിക്കലും നമ്മുടെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേന്ദ്രം, കാരുണ്യത്തിന്റെ കേന്ദ്രം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കിട്ടിയത് വിതരണം ചെയ്യുകയാണ് അവർ. സഹോദരങ്ങളെ, ഈ സ്വലാത്തിന്റെ ഹൽക്കയിലെത്തിയാലും ഏത് സ്വലാത്തിന്റെ ഹൽക്കയിൽ പോയാലും നമുക്ക് വഅദ് കേൾക്കുമ്പോ, സ്വലാത്ത് കേൾക്കുമ്പോ, തങ്ങളുപ്പാപ്പന്റെ ദുആയിലിരിക്കുമ്പോ ദുനിയാവിന്റെ സന്തോഷങ്ങളും ദുനിയാവിന്റെ സങ്കടങ്ങളും മാത്രം നമ്മുടെ മജ്ലിസുകളും നമ്മുടെ ദുആയും നമ്മുടെ ആമീനും ഒതുക്കാതെ ആത്മീയമായും കൂടി നമുക്കൊരു ഉണർവുണ്ടാകാനും ഉന്മേഷമുണ്ടാകാനും ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകളും ശ്രദ്ധിക്കണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കുള്ള സ്നേഹമായി ഇത് മുഴുവനും മടങ്ങിപ്പോകണം. ഹബീബായ തങ്ങളോടുള്ള അനുരാഗമായി സദസ്സ് മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തായി ഈ സദസ്സ് അല്ലാഹു സ്വീകരിക്കണം. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ലോകം പടക്കാൻ കാരണക്കാരനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേൾക്കുമ്പോൾ നമുക്ക് ആവേശമാണ്. നോക്കൂ നിങ്ങൾ, ശ്രീരാമൻ എന്ന് പറയുന്ന ദൈവം ഹൈന്ദവ സുഹൃത്തുക്കൾ അവർ ആദരിക്കുന്ന, അവർ ആരാധിക്കുന്ന ദൈവമാണ്. നമുക്കതിൽ വിഷയമില്ല. ശ്രീരാമന്റെ പേര് ഇത്രയും ആളുകൾ കൂടിയ ഒരു സ്ഥലത്ത് പറഞ്ഞാൽ അവരാരും പ്രത്യേകമായിട്ടൊന്നും പറയില്ല.
യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം യേശു ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. ഈസാ അലൈഹിസ്സലാം ദൈവത്തിന്റെ പ്രവാചകനാണെന്നും അല്ല ദൈവത്തിന്റെ പുത്രനാണെന്നും അല്ല ദൈവാവതാരമാണെന്നും അല്ല ദൈവം തന്നെയാണെന്നുമൊക്കെയുള്ള വിശ്വാസമുണ്ട് ക്രിസ്ത്യാനികൾക്ക്. എന്നാൽ ആ ക്രിസ്തുമത വിശ്വാസികളുടെ മുമ്പിൽ ഇത്തരമൊരു സദസ്സിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ പേര് പറഞ്ഞാൽ അവരുടെ ഒരാളുടെയും ചുണ്ട് ചലിക്കൂല, അവർ പ്രത്യേകമായൊന്നും പറയൂല. അതേ സമയത്ത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വിശ്വാസികൾ കരുതുന്നത്, വിശ്വസിക്കുന്നത് അബ്ദുഹു വറസൂലുഹു, അല്ലാഹുവിലേക്ക് വരുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനാണ് വരുന്നത്. ഹബീബായ തങ്ങളെ ഒന്ന് സിയാറത്ത് ചെയ്യാനാണ് വരുന്നത്. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്ന മഹാനായ അബ്ദുർ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ നടക്കാണ് മദീന ലക്ഷ്യമാക്കി. പക്ഷെ മദീനയിൽ ഭരിക്കുന്ന രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുകയാണ്. ഹബീബായ തങ്ങൾ സ്വപ്നത്തിൽ രാജാവിനോട് പറയുന്നത്, എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന, എന്നെ വല്ലാതെ ഇഷ്ടം വെക്കുന്ന അബ്ദുർ റഷീദ് എന്ന പേരുള്ളൊരു ബഗ്ദാദുകാരൻ മദീനയിൽ എന്റെ മുനവ്വറ ലക്ഷ്യമാക്കി, എന്റെ ഖബർ ലക്ഷ്യമാക്കി വരുന്നുണ്ട്. എന്റെ ആശിഖായ, എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന എന്റെ പ്രേമഭാജനമായ അബ്ദുർ റഷീദ് മദീനയിലെത്തിയാൽ, അബ്ദുർ റഷീദ് പരിശുദ്ധമായ റൗളയിലെത്തിയാൽ, പരിസരത്തെത്തിയാൽ ഞാൻ അദ്ദേഹത്തെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് സ്വീകരിക്കേണ്ടി വരും. അത്രയും ഇഷ്കാണ് എന്നോട്. അത് വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് അബ്ദുർ റഷീദ് എന്റെ ഖബറിന്റെ അടുക്കലേക്ക് വരണ്ട, അബ്ദുർ റഷീദ് മദീനയിലേക്ക് കയറാൻ അവസരം കൊടുക്കണ്ട. മദീനയുടെ പരിസരത്ത് വെച്ച്, മദീനയുടെ ബൗണ്ടറിയിൽ വെച്ച് അബ്ദുർ റഷീദിനെ തടയണം. പട്ടാളക്കാര് ലൈനൊപ്പിച്ച് ക്യൂ നിൽക്കാണ് മദീനയുടെ ബൗണ്ടറിയിൽ. വരുന്ന ആളുകളോട് മുഴുവനും ചോദിക്കും, നിങ്ങളുടെ പേരെന്താ? അബ്ദുർ റഷീദാണ് പേര്. എവിടെന്നാ? ബഗ്ദാദ് എന്നാണ്. അബ്ദുർ റഷീദ് തങ്ങളെ തിരിച്ചയക്കുകയാണ്. അബ്ദുർ റഷീദ് തങ്ങൾ ചോദിക്കുന്നു, എന്നെ എന്തിനാണ് മടക്കിയേക്കുന്നത്? ഞാനൊരു കൊലപാതകിയല്ല, ഞാനൊരു കുറ്റം ആരോപിക്കപ്പെടുന്ന ആളല്ല. എന്നെ എന്തിനാണ് നിങ്ങൾ തിരിച്ചയക്കുന്നത്? മദീനയിലേക്ക് ഞാൻ വന്നതിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ ലക്ഷ്യം. ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്യാനാ വരുന്നത്. നിങ്ങൾ എന്തിനാണ് തടയുന്നത്? മുകളിൽ നിന്നുള്ള ഓർഡറാണ് ആ പട്ടാളക്കാര് പറയുന്നത്. മറ്റൊരു വഴിയിലൂടെ കടന്നു പോകുമ്പോ അവിടെ നിന്നും ചോദിക്കും, നിങ്ങളെ പേരെന്താ? അബ്ദുർ റഷീദ്. നാടെവിടെയാ? ബഗ്ദാദ്. നിങ്ങൾക്ക് മദീനയിലേക്ക് പ്രവേശനമില്ല. ദിവസങ്ങളോളം സഞ്ചരിച്ചു, മലയും കാടുകളും കയറിയിട്ട് അബ്ദുർ റഷീദ് തങ്ങൾ മദീനയിലെത്തിയപ്പോ മദീനയിലെ മണല് ചവിട്ടാൻ അനുവദിക്കുന്നില്ല. തിരിച്ചു നടന്നൊരൽപ്പം പോയിട്ടൊരു മരത്തിന്റെ ചുവടെ ഇരിക്കുകയാണ്. അബ്ദുർ റഷീദ് തങ്ങൾ വല്ലാതെ അങ്ങ് സങ്കടപ്പെട്ടിട്ട് കരഞ്ഞു വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എത്ര ദിവസങ്ങളായി നബിയേ ഞാൻ ബഗ്ദാദിൽ നിന്ന് നടക്കാൻ തുടങ്ങിയിട്ട്, കാലമെത്രയായി നബിയെ മദീന കാണാൻ കൽബിലാശ വെച്ചിട്ട്. ഞാനിപ്പോൾ എന്റെ സങ്കടവും കൊണ്ട്, എന്റെ പ്രതീക്ഷയും കൊണ്ട് ഞാൻ പരിശുദ്ധമായ മദീനയിലേക്ക് നടന്ന് മദീനയുടെ ബൗണ്ടറി എത്തിയപ്പോ ഈ പട്ടാളക്കാരെന്നെ ഉള്ളിൽ കയറ്റുന്നില്ല. മദീനയിൽ അങ്ങ് നടന്ന പരിശുദ്ധമായ മണൽത്തരികൾ എന്റെ കാലുകൊണ്ടൊന്ന് ചവിട്ടാനും, എന്റെ കാലുകൾക്ക് പുണ്യം നേടാനും, എന്റെ ശരീരം മദീനയിലെത്തിയിട്ടൊന്ന് ബറക്കത്തുള്ളതാകാനും ഈ ജനങ്ങൾ അനുവദിക്കുന്നില്ല, ഭരണകൂടം അനുവദിക്കുന്നില്ല. തടഞ്ഞത് ഹബീബായ തങ്ങളാണെന്നറിയാതെ അബ്ദുർ റഷീദ് തങ്ങൾ അള്ളാന്റെ ഹബീബിനെ വിളിച്ച് സഹായമർത്ഥിക്കുകയാണ്. അപ്പോഴാണ് ദൂരസ്ഥലത്തുനിന്ന് ഒരു മരവണ്ടിക്കാരൻ വിറകിന്റെ കെട്ടുകൾ കാട്ടിൽ നിന്ന് മുറിച്ച് ഒരു ഉന്തുവണ്ടിയിൽ ലോഡ് ചെയ്തിട്ട് മദീനയിലെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നത് അബ്ദുർ റഷീദ് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒന്ന് പോയി പരീക്ഷിച്ചു നോക്കിയാലോ? അബ്ദുർ റഷീദ് തങ്ങളോടി ആ മനുഷ്യന്റെ അടുക്കലേക്ക് ചെന്നിട്ട് സലാം പറഞ്ഞ് അദ്ദേഹത്തോട് ചോദിക്കുന്നു, സഹോദരാ,
നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ മദീനയിൽ ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ ബഗ്ദാദിൽ നിന്ന് വന്നതാണ്. പക്ഷെ എന്നെ അങ്ങോട്ട് ഈ ഭരണകൂടം കടത്തിവിടുന്നില്ല. ഞാനാണെങ്കിൽ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്ത ആളല്ല. ഒരു കുറ്റമാരോപിച്ച് മദീന തടയപ്പെടേണ്ട ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്നെ മദീനയിലേക്ക് കയറ്റുന്നില്ല. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കൂ. ഉന്തുവണ്ടിക്കാരൻ ചോദിക്കുന്നു, ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കേണ്ടത്? അപ്പോ അബ്ദുർ റഷീദ് തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ വിറകിന്റെ കെട്ട് നിങ്ങളൊന്നഴിക്കുവോ? ആ വിറകിന്റെ കെട്ടിന്റെ മേലെ ഞാൻ അവിടെ കിടക്കാം. എന്നെ കാണാതെ 1-2 വിറകിന്റെ കൊള്ളി നിങ്ങൾ അതിന്റെ മേലെ വെച്ചാൽ മതി. വിറകിന്റെ കെട്ടി പോകുന്ന കൂട്ടത്തിൽ ഞാനും അങ്ങ് കടന്നോളാം. ഈ ബൗണ്ടറിയും ചെക്കിംഗ് പോസ്റ്റും കഴിഞ്ഞാൽ നിങ്ങൾ തുറന്നിട്ട് എന്നെ താഴെ ഇറക്കിയാൽ മതി. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ആശിഖായ ഒരു മനുഷ്യന്റെ ഖൽബ് കൊണ്ടുള്ള ഒരു തേട്ടം കേട്ടപ്പോ വിറക് വണ്ടിക്കാരന്റെ മനസ്സലിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, നിന്നെ കയറ്റാം. വിറകിന്റെ കെട്ടഴിച്ചു മേലെ വണ്ടിയുടെ മേലെ കയറ്റിയിട്ട് അവിടെ കിടത്തിയ ഈ അബ്ദുർ റഷീദ് തങ്ങളുടെ ശരീബത മേൽഭാഗത്ത് ഒരൽപ്പം വിറകിന്റെ കൊള്ളി ആരും കാണാതിരിക്കാൻ വേണ്ടി കയറ്റിവെച്ചു. ശ്വാസമടക്കി പിടിച്ച അബ്ദുർ റഷീദ് തങ്ങള് വിറക് കെട്ടിന്റെ ഉന്തുവണ്ടിയുടെ മേലെ കിടന്നിട്ട് ഉന്തുവണ്ടിക്കാരൻ മലിക്കുകയാണിൽ മദീന തങ്ങളുടെ പേരാണ്. അറിയാതെ ഉച്ചത്തിൽ സ്വലാത്ത് ചൊല്ലിപ്പോയി. പട്ടാളക്കാരൻ ചോദിക്കുന്ന, ആരാടാ വണ്ടിന്റെ ഉള്ളില്, ആരാടാ വിറക് കെട്ടിന്റെ ഉള്ളില്? പിടിച്ച് ഇറക്കുകയാ. ചോദിക്കുന്ന ക്ഷീണിതനായ അബ്ദുർ റഷീദിനോട്, നിന്റെ പേരെന്താ? അബ്ദുർ റഷീദ്. കളവ് പറയാൻ നോക്കുവോ? നിന്റെ നാടവിടെയാ? ബഗ്ദാദ്. നിനക്ക് മദീനയിലേക്ക് പ്രവേശനമില്ല. മദീന കണ്ട് സന്തോഷിക്കാൻ അല്ലാഹ് നമുക്ക് ഭാഗ്യം നൽകട്ടെ. സഹോദരങ്ങളെ, പ്രയാസമുള്ള സമയത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ആശിഖീങ്ങൾ മുഹമ്മദ് എന്ന പേര് കേൾക്കുമ്പോഴേക്ക് അവര് സ്വലാത്ത് ചൊല്ലിപ്പോവുകയാ. ഞാൻ പറഞ്ഞത്, ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ ദൈവമായി കാണുന്നു. പക്ഷെ അവരുടെ ക്രിസ്ത്യാനികളുടെ മുമ്പിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ പേര് പറയുമ്പോ പ്രത്യേകമായി അവരൊന്നും ചൊല്ലുന്നത് കാണുന്നില്ല. ശ്രീരാമന്റെ പേര് കേൾക്കുമ്പോഴെങ്കിലും ചൊല്ലുന്നതിൽപ്പെട്ടിട്ടില്ല. അതേ സമയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് എത്ര ആളുകൾ കൂടിയ സദസ്സായാലും ഒരു ജനറൽ വേദിയായാലും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരൊന്ന് പറഞ്ഞാൽ ഈമാനുള്ളവന്റെ ചുണ്ട് ചലിക്കാതിരിക്കില്ല. ഈ വിഷയം ആളുകൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നില്ല. മാതൃഭൂമിക്കാരന് തിരിയാത്ത പ്രവാചകൻ, മറ്റു പത്രക്കാർക്ക് മനസ്സിലാകാത്ത പ്രവാചകൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഹബീബായ തങ്ങളോട് വിശ്വാസികൾക്കുള്ള സ്നേഹം കണ്ടോ സഹോദരാ? അവർക്ക് തങ്ങളെ പറയുമ്പോ വേദനിക്കും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരാമർശിക്കുമ്പോ ഈമാനുള്ളവന്റെ കൽബങ്ങ് പൊട്ടും. കാരണം അവൻ അങ്ങനെ സ്നേഹിക്കുകയാ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു കുട്ടി ലോകത്തേക്ക് വരുന്ന സമയം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ തങ്ങളെ ബഹുമായ മനുഷ്യൻ സ്നേഹിക്കുന്നത് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനീങ്ങളുടെ ശരീരങ്ങളെക്കാൾ കടപ്പെട്ടതാണെന്ന് പടച്ച റബ്ബ് പരിചയപ്പെടുത്തുകയാ. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ കുറച്ചു കാലം മുമ്പ് ഖത്തറിൽ സുഹൃത്തുക്കൾ കുറെ ആളുകൾ പിടിച്ചിട്ട് പോയി. അപ്പോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് പോലെ കീറിപ്പറിഞ്ഞ വസ്ത്രവും ധരിച്ച് ഒരു പാവപ്പെട്ട പ്രായമുള്ള പെണ്ണ് ഈ പന്തലിന്റെ പ്രധാന കവാടത്തിലൂടെ കടന്നു വരുന്നത് കല്യാണ പന്തലിലേക്ക് ആരും മൈൻഡ് ചെയ്തില്ല, ആരും ശ്രദ്ധിച്ചില്ല. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് എത്തിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ്
ഇൻഷാ അല്ലാഹ് കൂറ്റമ്പാറ ഉസ്താദ് വന്നിട്ടിന് ഞാൻ പ്രസംഗിച്ചാൽ അത് നിങ്ങളോടും എന്നോടും ചെയ്യുന്ന ഒരു വഞ്ചനയായിരിക്കും. ഞാൻ ഇന്ന് വരുമ്പം തന്നെ ഇന്ന് കൂറ്റമ്പാറ ഉസ്താദായിരിക്കും, അതുകൊണ്ട് വേലയെ കാണിച്ചിട്ടാണ് വന്നതൊന്നും. തങ്ങളുടെ ദുആ പ്രധാനം, കൂറ്റമ്പാറ ഉസ്താദ് ഉണ്ടല്ലോ, അങ്ങനെയാ വന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹു തആല നമ്മൾ ഇടക്കിടക്ക് സംസാരിക്കുന്നവരാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബന്ധം ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന ബന്ധമാക്കി അല്ലാഹു നിലനിർത്തി തരട്ടെ. ഓരോ ജില്ലകളിലുമുള്ള ആളുകൾ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടാവും. ഞാൻ ബഹുമാനപ്പെട്ട തങ്ങൾ മലപ്പുറത്ത് നടത്തുന്ന ഒരു സ്വലാത്തുണ്ട്, മൂന്നാക്കൽ. ഞാൻ ബാഗ് നിർത്തിയിട്ടു, ഇൻഷാ അല്ലാഹ് കഥയ്ക്ക് നമുക്ക് പിന്നെ പറയാം. മൂന്നാക്കൽ തങ്ങൾ നടത്തുന്ന സ്വലാത്തുണ്ട്. അവിടെ ഞാൻ ഒരിക്കൽ പോയി വയലിന് പോയി നോക്കുമ്പോൾ ബായാറ് മജ്ലിസാണോ കൂടുതലാണ്, അവിടെയാണോ കൂടുതലാണെന്ന് സംശയം. അത്രയും ആളുകൾ അവിടെ കൂടിക്കൊണ്ട് വരിക. സ്വലാത്ത് ഒരത്ഭുതമായി തങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യട്ടെ, നമുക്ക് അല്ലാഹു തആല തണൽ നീട്ടിത്തരട്ടെ. ഒരുപാട് രോഗികൾ ഈ കൂട്ടത്തിലുണ്ട്. രോഗികളോട് ഞാൻ പറയുന്നു, അല്ലാഹു നമുക്ക് ശിഫ നൽകട്ടെ, അല്ലാഹു നമുക്ക് ശിഫ നൽകട്ടെ. നമ്മൾ എല്ലാവരും തങ്ങളുടെ പ്രവർത്തകർ ഈ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. വഅദ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ മഹത്തായ പരിപാടിയിൽ നമ്മെ അഭിസംബോധനം ചെയ്തുകൊണ്ട് അഭിവന്യരായ കൂറ്റമ്പാറ ഉസ്താദ് അവറുകൾ സംസാരിക്കുന്നു. അതിനു മുമ്പായി നമ്മുടെ ഈ മഹത്തായ വേദിയിൽ എത്തിച്ചേർന്ന മദീന മുനവ്വറയിൽ നിന്നും അബൂ ഖാലിദ് ഖലഫുൽ അനസി നുറഹിബു തർഹീബൻ ഹാറൻ മിൻ അഹ്മാഖ് ഖുലൂബിന മിൻ മുജമ്മഉ സഖാഫത്തി സുന്നിയ اللهم طول أعماره مع السية والعافية وفقه لما تحب وترضى يا أرحم الراحمين. ഇൻഷാ അല്ലാഹ് മഹാനവറുകൾ നമ്മോട് രണ്ട് വാക്ക് സംസാരിക്കുന്നു. ഫല്യതഫദ്ദൽ മഫ്ശൂറ.